ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ ഷിനോ അഗസ്റ്റിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വാഗ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോയ്കുട്ടി ചേട്ടാ, വൈസ് പ്രസിഡന്റ് ഷാജി ചേട്ടാ, ട്രഷറർ ജോസി മാത്യു, ഓഡിറ്റർ തോംസൺ സ്റ്റീഫൻ, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ നേരുന്നു. ഞാനിവിടെ സ്വാഗത പ്രസംഗം അർപ്പിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അതിലേറെ അത്ഭുതവും തോന്നുകയാണ്. കാരണം ജോയ്കുട്ടി ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് 2004 ഈ വാഗയിൽ വെറും 4 മലയാളികൾ ഉണ്ടായിരുന്നിടത്ത് 2013 ആയപ്പോഴേക്കും 150-ലേറെ മലയാളികൾ ഇന്ന് വാഗയിലുണ്ട്, ഏകദേശം 200-ന്റെ അടുത്ത്. പക്ഷെ അന്ന് 2004 തൊട്ട് തന്നെ ഈ ഉള്ള 4 മലയാളികൾ വർഷത്തിൽ ഒന്ന് അല്ലെങ്കിൽ വർഷത്തിൽ മിനിമം ഒരു 3 വട്ടമെങ്കിലും ഒരുമിച്ച് കൂടുകയും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി ഒറ്റ മനസ്സോടുകൂടി എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. 2010 ആയതോടുകൂടി ഒത്തിരി മലയാളികൾ ഇന്ത്യയിൽ നിന്നും UK-യിൽ നിന്നും അയർലൻഡിൽ നിന്നും ഈ വാഗയിലേക്ക് എത്തി. അതിനോട് ഫലമായി ചെറിയ കൂടിച്ചേരലുകൾ മതിയാകാത്തത് കൊണ്ട് നമ്മൾ ഒരു ചെറിയ അസോസിയേഷൻ രൂപീകരിച്ചു. അസോസിയേഷൻ രൂപീകരിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മുടെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ്കുട്ടി ചേട്ടനാണ്. ജോയ്കുട്ടി ചേട്ടനെ എൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി ചേട്ടൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ വാഗയിൽ എത്തിയ കാലം തൊട്ട് തന്നെ നമ്മുടെ അസോസിയേഷന്റെ എല്ലാ കാര്യങ്ങളിലും ഭാഗമാവുകയും എല്ലാ കാര്യങ്ങളിലും മുൻനിരയിൽ നിൽക്കുകയും ഉണ്ടായിരുന്നു. ചേട്ടനെ എൻ്റെ പേരിലും അസോസിയേഷന്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭാരവാഹികളായ ട്രഷറർ ജോസി മാത്യു, ഓഡിറ്റർ തോംസൺ സ്റ്റീഫൻ, മറ്റെല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ 2-3 മാസ കാലയളവിൽ ഈ വാഗയിൽ എത്തിച്ചേർന്ന എല്ലാ മലയാളികൾക്കും ഈ സ്നേഹ കൂട്ടായ്മയിലേക്കും ഈ അസോസിയേഷനിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഈ സ്നേഹ കൂട്ടായ്മയുടെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇരുളാർന്ന ലോകത്തിൽ വെളിച്ചം പകർന്ന ദീപനാളങ്ങളാണ് മലയാളിയുടെ മുഖമുദ്ര. എല്ലാ ചടങ്ങുകൾക്കും നാന്ദി കുറിക്കുന്നത് ദീപം തെളിയിച്ചുകൊണ്ടാണ്. ആ മലയാള തനിമയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ഈ പരിപാടിയുടെ ഉദ്ഘാടനം ആരാധനായ നമ്മുടെ വാഗ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോയ്കുട്ടി മാത്യു ഇപ്പോൾ ദീപം തെളിയിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ എന്നറിയാം. എങ്കിലും ഏതാനും വാക്കുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ ഈസ്റ്റർ വിഷു സന്ദേശം നൽകുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മളിപ്പോൾ ലേറ്റാണ്. ജോൺസൺ പറഞ്ഞതനുസരിച്ച് വളരെ കൃത്യമായ വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ ചുമതലയുള്ള ഇത്രനേരവും നിങ്ങളെല്ലാവരും വളരെ തികഞ്ഞ ആത്മസംയമനം പാലിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ആരുടെയും കുറ്റങ്ങളല്ല, ഇനിയുള്ള പരിപാടി ഒട്ടും വൈകാതെ തന്നെ മുമ്പോട്ട് പോകും. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഓരോ പരിപാടിയും നമ്മൾ നടത്തുമ്പോൾ പൂർവാധികം ഭംഗിയായി നമുക്ക് കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കരുത്തന്മാരായ ഓജസ്സും തേജസ്സും നിറഞ്ഞ കമ്മിറ്റി മെമ്പേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല നല്ല പരിപാടികൾ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. എല്ലാ മലയാളികൾക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ നേരുകയാണ്. ഈ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കലാപരിപാടികൾ നടത്തുന്ന കൊച്ചു കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അവരെ നാടി പരിപാടിയുടെ ഒരു മെയിൻ കാര്യം ഈ ആരെ പരിശീലിപ്പിച്ച ആളുകൾ, മാതാപിതാക്കന്മാർ, നമ്മുടെ എല്ലാം തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ കഴിവിൻ്റെ മാറ്റി വയ്ക്കുവാൻ പല വേദികളുണ്ട്. യൂത്ത് ഫെസ്റ്റിവല് അല്ലെങ്കിൽ ചാനലുകളിൽ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല. എന്നാൽ ഇത് സമാന ചിന്താഗതി പലരുമായി പങ്കിട്ടതിൻ്റെ വെളിച്ചത്തിൽ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ഓസ്ട്രേലിയയിലുള്ള എല്ലാ അസോസിയേഷനുകളുമായി ആലോചിച്ച് അതിനൊരു വേദി കണ്ടെത്തുവാൻ സാധിക്കും.